ടാ ബാല, നിന്റെ അടുത്ത് ഈ ഗുഹ വിട്ട് പോകാൻ പറഞ്ഞു ഭാസ്കര മുതലാളി. നീ വാടക ഒന്നും ശരിക്കും കൊടുക്കില്ലെന്ന് മുതലാളി പറയുന്നത്. 2 കഷ്ണം ബീഫ് ഉണ്ടെന്ന്. ഞാൻ ബീഫ് കഷ്ണം കറക്റ്റായിട്ട് കൊടുക്കുന്നല്ലോ, പിന്നെ എങ്ങനെ ഒരു കഷ്ണം കുഴയാനാ? പിന്നെ മുതലാളി ഒന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. മുതലാളി അങ്ങനെ പറഞ്ഞോട്ടെ, നീ എന്തിനത് പറയാൻ പോയേ? പിന്നെ എന്നെ ലഭിച്ചേക്കണ മണ്ട, നിനക്കെന്താ ബോധമില്ലേ? അത്ര ധിക്കാരമോ നിനക്ക് എൻ്റെ മുഖത്ത് നോക്കി മണ്ടെന്ന് പറയാം? നിന്നെ ഞാൻ സോറിടാ, ഞാൻ തമാശ പറഞ്ഞടാ. സോറിടാ, ഞാൻ മണ്ടെന്ന് വിളിക്കില്ല, പൊട്ടാന്ന് വിളിക്കാം. അയ്യോ വേട്ടാ, വിട്രാ, അയ്യോ അയ്യോ വിട്രാ. ബാല, ഭാസ്കര മുതലാളിയോ? എന്താ മുതലാളി, ഇന്ന് പണിയില്ലേ? ഇന്ന് ഞാൻ പണിക്ക് പോയില്ല, കാരണം നിന്ന് വാടക കൊടുക്കാത്ത കാരണം നിൻ്റെ കൂടെ വരാൻ വിചാരിച്ചു. എനിക്ക് തോന്നി നീ ഇവനെ ഉപദ്രവിക്കുന്നു, അതാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി വന്നേ. ഇവനൊരു മര്യാദയില്ല മുതലാളി, അവൻ്റെ സംസാരം ശരിയല്ല. അവനോട് മാന്യമായൊന്നും സംസാരിക്കില്ല. അതാണ് എനിക്ക് ദേഷ്യം വന്നത്. അവൻ മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് ചൂടായത്. നിൻ്റെ അടുത്ത് ഞാൻ ചെയ്തോന്ന്? നീ എന്താടാ മരം കൊണ്ട് പറയണ? മരമാക്രി അടുക്കള അവൻ പറഞ്ഞത് കേട്ടോ മുതലാളി. എനിക്ക് നിങ്ങളുടെ ഗുഹൊന്നും വേണ്ടേ. നീ പോണതിന് മുമ്പ് എനിക്കൊരു കാര്യം നിൻ്റെ അടുത്ത് പറയാനുണ്ട്. ഒന്ന് വേഗം പറഞ്ഞു തൊലക്കി, എനിക്ക് പോകണം. അന്ന ധിക്കാരമുണ്ട് നീ ഇവിടെ നിന്ന് പോവുക. 2 കഷ്ണം ബീഫ് എന്നിട്ട് പോയാൽ മതി. ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ ബീഫ് ഞാൻ തന്നിരിക്കും. ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും. ഒരു ബീഫിന് വേണ്ടി നിങ്ങൾ എന്നെ പുറത്താക്കിയില്ലേ? ഈ ഗുഹ ഒന്നൊരിക്കൽ എൻ്റെ കയ്യിൽ വരും. ആദ്യം തരമുള്ള 2 കഷ്ണം ബീഫ് താ, എന്നിട്ട് നീ വലിയ ഡയലോഗ് അടിക്ക്. അവൻ ഗുഹ സ്വന്തമാക്കും പോലും.